രഹസ്യമായിട്ട് നന്മ ചെയ്യും. ആ രഹസ്യമായി ചെയ്യുന്ന നന്മയെ അയാളത് മറച്ചു വെച്ചാലും പിശാച് അയാളെ പിറകെ ഇങ്ങനെ വലിഞ്ഞ് അയാളെ പരിശ്രമിക്കും, അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് പരസ്യത്തിലേക്ക് എഴുതിപ്പിക്കാൻ. പിന്നെയും പിശാച് അയാളെ വലിഞ്ഞു മുറുക്കി അത് റിയായിലേക്ക് കൊണ്ടെത്തിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഇന്നലെ രാത്രി ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു എന്ന് വെറുതെ അസീം വിചാരിക്കാം. 2 മണിക്ക് എഴുന്നേറ്റ് ഞാൻ നമസ്കരിച്ചു. ഞാനത് ആരെയും അറിയിച്ചിട്ടില്ല, എൻ്റെ ഉമ്മ അറിഞ്ഞിട്ടില്ല, ആരും അത് അറിഞ്ഞിട്ടില്ല. ഞാൻ നല്ല നിയത്തോടെ നിസ്കരിച്ച്, നല്ല നിയത്ത് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇഖ്ലാസ് എനിക്ക് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ പിശാച് എൻ്റെ പിറകെ ഉണ്ടാവും, ഇതെങ്ങനെയെങ്കിലും ആളുകൾ അറിയിക്കണം. അപ്പം ഞാൻ ചിലപ്പോൾ ആ നേരത്ത് മൊബൈലൊക്കെ എടുത്ത് തഹജ്ജുദിന്റെ മഹാത്മ്യ സ്റ്റാറ്റസ് വെക്കണം രാത്രി 2 മണിക്ക്. ആ സമയത്ത് ഇത് ആരും കാണില്ല എന്ന് എനിക്കറിയാം. പക്ഷെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇത്ര മണിക്ക് ഓൻ സ്റ്റാറ്റസ് വെച്ചാൽ അപ്പോൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കണം. അതാണ് ചിലപ്പോൾ രാവിലെ ആകുമ്പോഴേക്കാരം, ഉമ്മ ഇന്നലെ രാത്രി ഞാൻ നിസ്കരിക്കാൻ നീച്ചപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ മോട്ടർ ഇട്ടേക്കണം, നിങ്ങൾ മോട്ടർ ഇടണ്ട. അതേപോലെ ഇന്നലെ രാത്രിക്ക് എന്തായാലും കാറ്റ്, ഞാൻ നിസ്കരിച്ചാൽ നീച്ചപ്പം കറണ്ട് ഇല്ലായിരുന്നു. അത് പരസ്യമായി, നിസ്കരിച്ച കാര്യം പരസ്യം. പക്ഷെ പിശാച് അയിമ നിൽക്കൂല. പിശാച് അടുത്ത സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകും, റിയാകുമൊക്കെ എത്തിക്കും. ആ റിയാഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെങ്ങനോടൊക്കെ കാര്യം പറയാം, ഇന്നലെയൊക്കെ രാത്രി എന്താ മഴ, ഞാൻ നിസ്കരിച്ചാൽ നീറ്റപ്പോൾ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അവൻ പറയും അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ഉണ്ടാവും, ഈ അറിഞ്ഞിട്ടില്ല, അപ്പൊ അജ്ജ് നിസ്കരിക്കലൊന്നില്ലേ, റമദാൻ കഴിഞ്ഞപ്പൊക്കെ നിർത്തിയോ? അപ്പൊ നമ്മളെന്തായി, നമ്മളെക്കാളും മോൾക്കണ കയറി. അതോടുകൂടി നമ്മൾ രഹസ്യമായിട്ട് ചെയ്ത പരസ്യമാവുകയും അത് റിയായിലേക്ക് എത്തുകയും ആ കർമ്മം നമുക്ക് ഒന്നും ഉപകാരപ്പെടാത്ത അവസ്ഥയ്ക്ക് അത് മാറുകയും ചെയ്തു എന്നുള്ളതാണ്.